ഹായ് ഫ്രണ്ട്സ്, നാളെ കൊടുക്കാനുള്ള ചെടികൾ എടുക്കാൻ പോവാം കേട്ടോ ഗാർഡനിലേക്ക്. അപ്പോൾ അതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ഇവിടെ കണ്ടോ, കാപ്പിയൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്. നിച്ചുതാ ഞങ്ങളെ വീട്ടിലെ കാവൽക്കാരനാണ് കേട്ടോ. അവൻ പിന്നാലെ തന്നെ വരും. എത്ര പറഞ്ഞാലും പോവില്ല. അവന് മെയിൻ റോഡ് വരെ എന്തായാലും വരും. അപ്പോൾ ഇത് പോകുന്ന വഴിയാണ്. അവൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിട്ടു കേട്ടോ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഇതുണ്ടോ, രണ്ട് ഭാഗത്തും വയലായിട്ട് നല്ല രസമായി ഇവിടെ കാണാൻ. നോമ്പായതുകൊണ്ട് വെയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ തിരിച്ചു പോരണം. പിന്നെ മോന് സ്കൂളിലുള്ളതുകൊണ്ട് അവനെൻ്റെ ഒപ്പമില്ല. അല്ലെങ്കിൽ ലീവുള്ള ദിവസമാണെങ്കിൽ അവനും കൂടെ ഒപ്പം ഉണ്ടാവും. അപ്പം ഇന്ന് നാളെ കുറച്ച് പേർക്ക് ചെടികൾ അയക്കാനുണ്ട്. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ ഗാർഡനിലേക്ക്. ഇവിടെ റോഡ് സൈഡിലൊക്കെ നിറയെ പൂക്കളൊക്കെ ഉള്ള വീടുകളാണ് കേട്ടോ. ചെടികളൊക്കെ എല്ലാ വീട്ടിലും ചെടികളുണ്ടാവും. ഇതാ കണ്ടോ, റോഡ് സൈഡിലൊരു വീടാണ് കേട്ടോ. ആരെ വീടാണെന്ന് അറിയില്ല. ക്യാരറ്റ് ഫ്ലവർ നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇല ഇല്ല, ഇലകളില്ലാണ്ട് നിറയെ ഫ്ലവർ. ഇത് ഞാൻ കോഴിക്കോടായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മതിലിൽ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മതിൽ നിറയെ കവർ ചെയ്തിട്ട് ഇതുപോലെ എനിക്ക് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 വർഷം കഴിഞ്ഞാണ് ഫ്ലവർ ഉണ്ടായത്. ഫസ്റ്റ് കുറച്ച് പൂക്കളായിരിക്കും, പിന്നെ അതിങ്ങനെ കൂടി വരും. നല്ല ഭംഗിയില്ലേ. ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്കും പൂക്കളും തേനീച്ചകളും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പോവാം. വെയിലാവും മുമ്പ് തിരിച്ചെത്തണം. നോമ്പൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ഷീണം വരുമല്ലോ. ഇവിടുന്ന് നല്ല റോഡാണ് കേട്ടോ. തറപ്പേൽ നഴ്സറിക്കാണ് ഞാൻ പോവാറ്. 2-3 നഴ്സറി പോവുന്നുണ്ട്. ഇന്ന് തറപ്പേൽ നഴ്സറിയിലാണ് പോകുന്നത്. ഞാൻ കോഴിക്കോട് നിന്ന് വയനാട് വന്നപ്പോൾ അന്ന് വീട്ടിൽ കുറേ ചെടികളൊക്കെ നട്ട് വെച്ചതുകൊണ്ട് അതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ സെയിൽ ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നല്ല ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ചെടികളൊക്കെ അവിടെ ഇട്ടിട്ട് പോരേണ്ടി വന്ന്. അങ്ങനെ നിന്നിരുന്ന സമയത്താണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഗാർഡൻ ഉണ്ടെങ്കിൽ തൽക്കാലം അവിടെ നിന്ന് ചെടികൾ എടുത്തിട്ട് സെയിൽ ചെയ്യാമെന്ന് വെച്ചത്. ഞാൻ മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനി വലുതായി വരണ്ടേ. ഇതുണ്ടോ, പോകുന്ന വഴിയിൽ വേറൊരു പൂക്കാഴ്ചയാട്ടോ. കൊന്ന നിറയെ ഫ്ലവറുണ്ട്. ഇതിലും ഇലകളില്ല, ഫ്ലവർ മാത്രമേ ഉള്ളൂ. രാവിലത്തെ സൂര്യനും ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിനുള്ളിലൂടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയാട്ടോ. പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഓരോന്നിനും ഓരോരോ ഭംഗിയാണ്. ഈ മരം കണ്ടോ, ഞാൻ പോകുമ്പോൾ ഈ മരത്തിലേക്ക് നോക്കും. പിന്നെ ഇതാ നമ്മൾ ഈ തറപ്പേൽ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് വഴിയും കൂടെ ഉള്ളൂ കേട്ടോ നഴ്സറിയിലേക്ക്. ഇതാണ്. പെട്ടെന്ന് വീഡിയോ എടുക്കുക. കുറച്ച് ചെടികളൊക്കെ ഞാൻ എടുക്കാം. കൂടുതൽ ചെടികളെ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈമില്ല കേട്ടോ. വേണ്ട, ഓരോ ചെടിയുടെയും കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇലച്ചെടികളാണ് കേട്ടോ. ഈ ഫ്ലവറിങ്ങിൻ്റെ ഇതാ ബ്ലൂ ഡേയ്സി ഉണ്ട്. ഇത് നല്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഞാൻ ബിഗോണിയൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതാ മറ്റേ കാക്ടസിൽ പെട്ട ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഇത് നിറയെ പൂക്കളുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പെട്രിയൻ്റെ തൈകളാട്ടോ. ഇത് പൂച്ചവാല, നമ്മൾ ചെറിയ പൂട്ടിലും വെച്ചാൽ മതി. കനകാംബരത്തിൻ്റെ ഹൈബ്രിഡാണ്. ഇത് നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമോറോൻ്റെ വെരിഗേറ്റും വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ. പിന്നെ ഇത് മെക്സിക്കൻ വൈനാണ്. ഇതൊക്കെ ഞാൻ കാലിക്കറ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഫ്ലവറും ചെയ്യാറുണ്ട്.
ഇത് ബ്രൈഡൽ ബൊക്കെ ആട്ടോ. ബ്രൈഡൽ ബൊക്കൊക്കെ എപ്പോഴും ഫ്ലവർ വരും. ഇത് പിന്നെ ഒരു ക്രീപ്പറാണ്, പൂക്കളൊന്നും ഉണ്ടാവില്ല. പിന്നെ സൺഡേ മൺഡേ എന്നൊക്കെ പറയും. ഇതിൻ്റെ അവർ പറയുന്ന പേര് ഇതാണ്. പിന്നെ തെച്ചിയുടെ പല കളറുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ജോൺ ക്രീപ്പർ. ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇവിടെ വരുമ്പോഴൊക്കെ. പിന്നെ പിങ്ക് ജാസ്മിൻ. ഇത് ഇങ്ങനെ ഫ്ലവർ ചെയ്തിട്ട് എവിടെയും കണ്ടിട്ടില്ല, പുതിയതായിട്ട് വന്നൊരു ചെടിയാണ്. ഇത് പിന്നെ ബ്രൈഡൽ യെല്ലോ. നിറയെ ചെറിയ പ്ലാന്റിൽ തന്നെ നിറയെ ഫ്ലവർ കാണുന്നുണ്ട്. ഇത് സ്നോ റോസ്. നമ്മുടെ ഡേസിൻ്റെ 3 കളറുണ്ട് കേട്ടോ. കുറച്ച് 10 മണിൻ്റെ കുറച്ച് തൈകളുണ്ട്. പിങ്ക് ലേഡി എന്ത് ഭംഗിയാണെന്നറിയോ പിങ്ക് ലേഡി കാണാൻ. പിന്നെ ഇതാ നമ്മുടെ ബിഗോണിയൻ്റെ വാക്സ് ബിഗോണിയ, അങ്ങനെ കിട്ടിയ ബിഗോണിയ. അങ്ങനെ ഇൻഡോർ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റുകളും ഉണ്ട്, ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എടുക്കാനുള്ള ടൈമില്ല, അപ്പോൾ കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി വരുമ്പോൾ ഞാൻ കൂടുതൽ കാണിക്കാം. ഇത് കണ്ടോ റോസ്മേരി. ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ എന്ത് സ്മെല്ലാണെന്നറിയോ. ഇത് നമുക്ക് എന്താ പറയുക, മുടികളൊക്കെ നന്നായിട്ടുണ്ടാവാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അതാ കുറച്ച് ചെടികളൊക്കെ ഞാൻ കൊട്ടയിലാക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോയിട്ട് വേണം ചെടികൾ പാക്കറ്റാക്കി അയക്കാൻ. ഇന്ന് തന്നെ അയക്കാനുണ്ട് കുറച്ച് പേർക്ക്. അപ്പോൾ ഇതാ തിരിച്ച് പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകുമ്പം അത്യാവശ്യം വെയിലായിട്ടുണ്ട് കേട്ടോ. 10:30 ആയിട്ടുള്ളൂ, പക്ഷേ നല്ല ചൂടുള്ള വെയിലാണ്. റോഡിലൂടെ കുറച്ച് സ്പീഡിൽ പോവുക, കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വാഹനങ്ങളൊന്നുമില്ല. നമ്മൾ എപ്പോഴും പറയും പതിയെ വന്നാൽ മതി, പതിയെ പോയാൽ മതി എന്നൊക്കെ. ഞാനൊക്കെ സൗകര്യത്തിനനുസരിച്ച് ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പോവും. വരദൂർ എന്ന് പറയുന്ന സ്ഥലം പോകുമ്പം കാണിച്ചില്ലെന്നോ. ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഫുള്ള് വയലാണ്, 2 ഭാഗത്തും വീടുകളൊന്നുമില്ല. ഒരു കുഞ്ഞു കട മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ കണ്ട ഫ്ലവറില്ലേ, അതൊക്കെ ഇതാ എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. റോഡ് കണ്ടോ, നല്ല റോഡാണ് കേട്ടോ. ഇവിടെ ഒരു ചെയ്ത റോഡില്ലേ, ഞാൻ പോകുന്ന വഴിയിലൊക്കെ നല്ല റോഡാണ് ഇവിടെ. വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്കുള്ള വഴിയാണ്. ഇതാ നമ്മളെ വയലിലെത്തി. നമ്മളെ ഫേവറേറ്റ് സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും മോനെ ഇവിടെ വന്ന് നിൽക്കും ഇടയ്ക്കിടയ്ക്ക്. വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ബാസ്ക്കറ്റിൽ ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡിക്കിയിലും വയ്ക്കും, കുറച്ച് ചെടികൾ ഡിക്കിയിലും വയ്ക്കും. എനിക്ക് പറ്റാവുന്നതൊക്കെ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും അത്രയും കൊണ്ടുവരും. ചീത്തയാവാതെ നോക്കണമല്ലോ, അയച്ചു കൊടുക്കാനാണ്.